പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, എല്ലാവർക്കും ലേണേഴ്സ് ഹബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ PSC ഉദ്യോഗാർത്ഥികൾ എന്ന നിലയ്ക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് അല്ലെ. കാറ്റഗറി നമ്പർ 364/2025 363/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഈ പരീക്ഷയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. കാരണം ഇത് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കുള്ള ഒരു എക്സാം ആണ് അല്ലെ. ബികോം കഴിഞ്ഞിട്ടുള്ള എല്ലാ ഡിഗ്രി ഹോൾഡേഴ്സിനും സുവർണ അവസരം തന്നെയാണ്. അവരുടെ കയ്യിലിരിക്കുകയാണ് ആ വാക്കൻസി. നമ്മൾ പഠിക്കുക, പ്രയത്നിക്കുക, പരീക്ഷ എഴുതുക എന്ന കടമ്പ മാത്രം കടന്നാൽ മതി. ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതില് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോ സിലബസ്, മുൻ വർഷങ്ങളിലെ സിലബസ്, ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സിലബസ് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, 130/2023 സിലബസ് ആണ്. 10 മാർക്കാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും ചോദിച്ചിരിക്കുന്നത്. 10 മാർക്ക് എന്ന് പറയുന്നത് വലിയൊരു മാർക്കാണ് അല്ലെ. 10 മാർക്ക് നമുക്ക് കംപ്ലീറ്റ്ലി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോക്കൂ, എങ്ങനെയാണ് ഈ സിലബസ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏതൊരു പരീക്ഷയ്ക്കും തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ആദ്യം ഞാൻ പറയും, ടോപ്പിക്കുകൾ പഠിക്കുന്നേക്കാൾ മുന്നേ സിലബസ് നിങ്ങൾ തറവായി പഠിച്ചിരിക്കണം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ സിലബസ് ഒന്ന് നോക്കിക്കേ. എവിടെ നിന്നാണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ സിലബസ് എടുത്തിരിക്കുന്നത് എന്നൊന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? നോക്കൂ, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ അക്കൗണ്ട്സുകൾ ഉണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡ്, അതുപോലെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനി, ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് നമ്മൾ +1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് സോൾ ട്രേഡർ നിങ്ങൾ +1 എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ അങ്ങോട്ട് പോവാണ്. +1 തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗം കവർ ചെയ്യാനായിട്ട് കേട്ടോ. അതേപോലെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് +2 പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് പാർട്ട്ണർ, അല്ലെങ്കിൽ ടോപ്പിക് ആണ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്. അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡിസൊല്യൂഷൻ, റിയലൈസേഷൻ അക്കൗണ്ട്, അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻസോൾവൻസി, പിന്നെ അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെന്റ്, ഇതൊക്കെയാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് വരുന്ന ടോപ്പിക്സ്. അതിനുശേഷം അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെന്റും ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ചെറിയൊരു ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. കാരണം വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സിലബസിനെ തന്നെ ചുരുക്കി കൊടുത്തിരിക്കുകയാണ്. അതിന്റെ എല്ലാ ക്രീം ആയിട്ടുള്ള പോർഷൻസ് മാത്രം ടച്ച് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു കോർ സിലബസ് ആണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ രീതിക്ക് നമ്മുടെ പഠനത്തിനെ ക്രമീകരിക്കാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് 2-3 ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. മുൻ വർഷങ്ങളിലെ PSC ചോദ്യ പേപ്പറിലുള്ള അതേ ചോദ്യമാണ്. ഞാൻ അതേ ഫോട്ടോ വെച്ചിട്ടാണ് PPT തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കി നോക്കൂ. ഒരു ചോദ്യം: principle that revenue is recognized when it is earned regardless of when cash is received is called. നോക്കൂ, principle that revenue is recognized when it is earned regardless of when cash is received is called. തീർച്ചയായിട്ടും ഈ 4 പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അവിടെ ഇരിക്കട്ടെ, അടുത്ത ചോദ്യം നോക്കാം. മാച്ച് ദി അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് വിത്ത് ദെയർ എക്സ്പ്ലനേഷൻസ്. നോക്കൂ, വീണ്ടും അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് എന്ന ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ്. അപ്പൊ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, എൻഡിറ്റി കോൺസെപ്റ്റ്, അക്രുവൽ കോൺസെപ്റ്റ്, ഇത് ഒരിക്കലെങ്കിലും വായിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പെട്ടെന്ന് തന്നെ നമുക്ക് രേഖപ്പെടുത്താനായിട്ട് പറ്റും. അതേപോലെ അടുത്തൊരു ചോദ്യം നോക്കൂ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അസേർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻ ആണ്. അക്രുവൽ ബേസിസ് is better than cash basis for large businesses. Assumption: accrual basis records income and expenses when they occur. Large businesses do not have cash transactions. ഇത് നമ്മൾ മാച്ചിങ് ആണോ എന്നാണ് ഓപ്ഷൻസിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കാര്യം. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പോർഷൻ ആണ് നമ്മുടെ
ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. അതായത് കോൺസെപ്റ്റുകൾ, പ്രിൻസിപ്പിളുകൾ ഇതൊക്കെ നമ്മൾ നന്നായി പഠിക്കുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ആദ്യ ഭാഗം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്കറിയാം ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് അല്ലെ. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇവിടുന്നാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാർട്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നാണ് മറ്റ് ബ്രാഞ്ചസ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആയിക്കോട്ടെ, കോസ്റ്റ് അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ അതർ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ബ്രാഞ്ചസ് ഒക്കെ തന്നെ എവിടെ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ശേഷം വന്ന അക്കൗണ്ടിങ്ങുകളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ നമുക്ക് ഫാദർ ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റംസ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ബേസിക് ഓർ ഒറിജിനൽ അക്കൗണ്ടിങ് എന്ന് ചോദിച്ചാൽ എന്ത് തന്നെ എഴുതണം? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് ബേസിക് ഓർ ഒറിജിനൽ അക്കൗണ്ടിങ്, ഒരു സംശയവും വേണ്ട. ഇനി എന്താണ് മീനിങ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തിനാ? concerned with the preparation of financial statements and communication of accounting or business information to external users including shareholders, employees, etc. നോക്കിയേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ അതിൽ എന്താ പഠിക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനും എങ്ങനെയാണ് ബിസിനസ് ട്രാൻസാക്ഷൻസിനെ അക്കൗണ്ടിങ് രൂപത്തിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടുകളാക്കി മാറ്റുന്നത്, കണക്കുകളാക്കി മാറ്റുന്നത് എന്നാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് പഠിക്കുന്നത് അല്ലെ. അതിന്റെ റൂൾസ്, അതിന്റെ റെഗുലേഷൻസ്, ഏതൊക്കെ കോൺസെപ്റ്റ് ഉപയോഗിക്കണം, ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കണം, എങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ മാത്രമല്ല, പ്രിപ്പറേഷൻ മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എക്സ്റ്റേണൽ യൂസേഴ്സിനും ഇന്റേണൽ യൂസേഴ്സിനും നമ്മൾ എന്ത് ചെയ്യണം? ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അവരാണ് ഇതിന്റെ യൂസേഴ്സ് അല്ലെ. അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ആയിട്ടുള്ള പ്രൊഫോമ അല്ലെങ്കിൽ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ്സും അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇവിടെ തന്നെ ഒരു ചോദ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നോക്കൂ, എക്സ്റ്റേണൽ യൂസേഴ്സ് ഇൻക്ലൂഡിംഗ് ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഷെയർ ഹോൾഡേഴ്സ് ഓക്കെ, എക്സ്റ്റേണൽ യൂസേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. വാട്ട് അബൌട്ട് എംപ്ലോയീസ്? എംപ്ലോയീസ് എങ്ങനെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് ആവുന്നത്? ഇവിടുന്ന് തന്നെ നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ആരൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞ് എംപ്ലോയീസും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് തന്നിരിക്കണേ വെച്ചാൽ കൃത്യമായി പഠിക്കാത്ത വ്യക്തിക്ക് അതൊരു കൺഫ്യൂഷൻ ആയി മാറാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ആണെങ്കിലും എംപ്ലോയീസ് ആരാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവര് എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണ്, നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണ് എക്സ്റ്റേണൽ യൂസേഴ്സും ഇന്റേണൽ യൂസേഴ്സും. അപ്പൊ അത് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിൽ തന്നെ എംപ്ലോയീസ് എക്സ്റ്റേണൽ യൂസേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഓണേഴ്സ്, മാനേജ്മെന്റും മാത്രമാണ് എവിടെ വരുന്നത്? ഇന്റേണൽ യൂസേഴ്സിൽ വരുന്നത് കേട്ടോ. ഓണേഴ്സും മാനേജ്മെന്റും മാത്രം, ബാക്കിയുള്ളവരെല്ലാവരും എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. അങ്ങനെ ഓർത്താലും മതി. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് വേറൊരു പേരും കൂടി ഉണ്ട്, അതാണ് സ്റ്റെവാർഡ്ഷിപ്പ് അക്കൗണ്ടിങ്. ഓക്കെ, സ്റ്റെവാർഡ്ഷിപ്പ് അക്കൗണ്ടിങ് എന്നാണ് നമ്മൾ പറയുന്നത്. സി, ഇറ്റ്സ് എയിം ഈസ് ടു അസർടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. പ്രോഫിറ്റ് ലോസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. ദാറ്റ് ഈസ് ഓപ്പറേഷൻ, ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ വിളിക്കും. അത് അറിയാനും അതേപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ, ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുക, അതുവഴി ഇത് രണ്ടുമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ എയിം ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. അതേപോലെ ബേസിക് ഓർ ഒറിജിനൽ അക്കൗണ്ടിംഗ് ആണ്. മറ്റു ബ്രാഞ്ചസ് എല്ലാം തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായി വന്നിട്ടുള്ള ബ്രാഞ്ചസ് ആണ്. ദെൻ മീനിങ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലോട്ട് വരികയാണെങ്കിൽ അതെന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് ഓർ ബിസിനസ് ഇൻഫർമേഷൻ ടു എക്സ്റ്റേണൽ യൂസേഴ്സ് ഇൻക്ലൂഡിംഗ് ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, എക്സെട്ര. പ്രത്യേകം ശ്രദ്ധിക്കുക, എംപ്ലോയീസ് എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ വേറൊരു പേര് നമ്മൾ പഠിച്ചു, ദാറ്റ് ഈസ് സ്റ്റെവാർഡ്ഷിപ്പ് അക്കൗണ്ടിംഗ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ഈ കോൺസെപ്റ്റ്സ് എല്ലാം പറഞ്ഞു തീരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്താന്ന് പറഞ്ഞു, മീനിങ് എന്താന്ന് പറഞ്ഞു, ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നോക്കൂ, 4 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് തരാൻ പറ്റുന്ന ഒരു ചോദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഫണ്ടമെന്റൽ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ പറയുന്നത് എന്താ? ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഫണ്ടമെന്റൽ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂ ആൻഡ് ഫെയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൂ ആൻഡ് ഫെയർ ഓപ്ഷൻ തന്നെ കൊടുക്കണം കേട്ടോ. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഫണ്ടമെന്റൽ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് എന്ത് തന്നെയാണ്? ട്രൂ ആൻഡ് ഫെയർ എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ താഴെ 4 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക്
പഠിക്കാനുള്ളത്. 1 റിലയബിലിറ്റി, 2 റെലവൻസ്, 3 അണ്ടർസ്റ്റാൻഡബിലിറ്റി, 4 കമ്പയറബിലിറ്റി. എന്താ റിലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിലയബിലിറ്റി മീൻസ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഷുഡ് ബി വെരിഫയബിൾ, ഫ്രീ ഫ്രം ബയസ് ആൻഡ് മെറ്റീരിയൽ എറേഴ്സ്. ഇതെല്ലാം കീവേഡ്സ് ആണ്, ശ്രദ്ധിച്ചോളണേ. റിലയബിലിറ്റി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ, നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് വെരിഫയബിൾ ആണോ, തെറ്റുകൾ ഇല്ലാത്തതാണോ, ഫ്രീ ഫ്രം ബയസ് ആണോ, മെറ്റീരിയൽ എറേഴ്സ് ഇല്ലാത്തതാണോ, ഇതൊക്കെയാണ് എന്തിനു ഉദ്ദേശിക്കുന്ന റിലയബിലിറ്റി എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. രണ്ടാമത്തത് റെലവൻസ് മീൻസ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഷുഡ് ബി റെലവൻറ്റ് ടു ഇനേബിൾ യൂസേഴ്സ് ടു മേക്ക് ഡിസിഷൻസ്. ശ്രദ്ധിച്ചോളണം, യൂസേഴ്സിന് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവണം, യൂസേഴ്സിന് അതുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ അപ്പോഴാണ് ആ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ നമ്മൾ റെലവൻസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ അണ്ടർസ്റ്റാൻഡബിലിറ്റി മീൻസ് financial information should be presented in a manner that is understandable, very easily and simply understandable ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലോ അല്ലെങ്കിൽ ആ രീതിക്കായിരിക്കണം നമ്മൾ എന്ത് പ്രസന്റ് ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഒത്തിരി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് അല്ലെ, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം, ക്രെഡിറ്റേഴ്സ് ഉണ്ടാവാം, പബ്ലിക് ഉണ്ടാവാം, ഗവൺമെന്റ് ഉണ്ടാവാം, റിസർച്ചേഴ്സ് ഉണ്ടായിരിക്കാം, ഇഷ്ടംപോലെ യൂസേഴ്സ് ഉണ്ട് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷന്. അപ്പൊ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള തരത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. നാലാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മോസ്റ്റ് കോമൺ ആയിട്ട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ആണ് കമ്പയറബിലിറ്റി എന്ന് പറയുന്നത്. മീൻസ് ദാറ്റ് യൂസർ ഷുഡ് ബി ഏബിൾ ടു കമ്പയർ ദ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഓഫ് ആൻ എന്റർപ്രൈസ് ഓഫ് ദ പീരീഡ് either with that of other periods known as intra-firm comparison or with the accounting information of other enterprises known as inter-firm comparison. കമ്പയറബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഒന്നില്ലെങ്കിൽ ആ ഫേമിന്റെ തന്നെ, ആ എന്റർപ്രൈസിന്റെ തന്നെ വിവിധ പീരീഡിലുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. അതിനെയാണ് ഇൻട്രാ ഫേം കമ്പാരിസൺ അല്ലെങ്കിൽ വിത്തിൻ ദി ഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്, ഇൻട്രാ ഫേം കമ്പാരിസൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റ് എന്റർപ്രൈസസുമായിട്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇന്റർ ഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇവിടെ മെഷർമെന്റ് യൂണിറ്റ് ഇപ്പൊ അതായത് റുപ്പീസ്, ലാക്സ് എന്ന് പറയുന്ന ആ യൂണിറ്റുകൾ രേഖപ്പെടുത്തുന്നത് ഏത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്കിനെ എയിം ചെയ്തിട്ടാണെന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. അത് ഏതിനെയാണ്, കമ്പയറബിലിറ്റിനെ എയിം ചെയ്തിട്ടാണ് കേട്ടോ. കമ്പയറബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ മെഷർമെന്റ് യൂണിറ്റ് ഒരു കൺട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്ന 4 ഏതൊക്കെയാണ്, റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി. അതിനോട് ചേരുന്ന കീവേഡ്സും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഫണ്ടമെന്റൽ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ട്രൂ ആൻഡ് ഫെയർ. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. നമ്മുടെ സിലബസിലെ കോൺസെപ്റ്റ്സ് അതാണ് എന്ത്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യം, അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് കേട്ടോ. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് റെഫർ ടു റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് അഡോപ്റ്റഡ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ഓർഡർ ടു ബ്രിങ് യൂണിഫോമിറ്റി. ശ്രദ്ധിച്ചോളണം, അടുത്ത കീവേഡ് കിട്ടി. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്തിനാ മക്കളെ, യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, ഓരോ ബിസിനസ് ഓർഗനൈസേഷൻസും ഓരോ തരത്തിലാണ് അവരുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർ അതിനെ കമ്പയർ ചെയ്യുക, എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ആ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടി, കമ്പയറബിലിറ്റി ഈസി ആക്കാൻ വേണ്ടി ആണ് എന്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഉള്ളത്. ഓക്കെ, സോ ഇറ്റ് റെഫേഴ്സ് ടു റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് അഡോപ്റ്റഡ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ഓർഡർ ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ദി പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ നമുക്ക് കമ്പയറബിലിറ്റിയും കൂടിയും ഇതോടുകൂടി നമുക്ക് എന്താവാണ്, ഈസി ആവാണ്. സോ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യുമ്പോഴും കേട്ടോ, ഇതൊക്കെ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പ്രസന്റ് ചെയ്യുമ്പോഴും യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, നിലവിലുള്ളത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് നിലവിലുള്ളത്. ഇനി ഇവിടെയും നിങ്ങൾക്ക് 3 ക്രൈറ്റീരിയാസ് ഓർത്തു വെക്കാനുണ്ട്. ഓക്കെ, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് are the basis and guidelines for accounting and are generally accepted. അത് നമുക്കറിയാം അല്ലെ, ജനറൽ ആക്സെപ്റ്റൻസ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഒരു അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളിന്റെ ജനറൽ ആക്സെപ്റ്റൻസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് കേട്ടോ. അത് 3 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ എന്ത് നോക്കണം, റെലവന്റ് ആണോ നോക്കണം, ഒബ്ജക്റ്റീവ് ആണോ നോക്കണം, ഫീസിബിൾ ആണോ നോക്കണം. ഓർത്ത് വെച്ചോളണം, റെലവൻസ്, ഒബ്ജക്റ്റീവ്, ഫീസിബിൾ. എന്താണ് റെലവൻസ്? അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ റെലവന്റ് ഇഫ് ദേ റിസൾട്ട് ഇൻ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. എപ്പോഴാണ് നമ്മൾ അതിനെ റെലവന്റ് എന്ന് പറയുന്നത്,
നമ്മുടെ യൂസേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ റെലവെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്, അക്കൗണ്ടുകൾ ആർക്ക് യൂസ്ഫുൾ ആയിരിക്കണം? യൂസേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? ആ പ്രിൻസിപ്പിൾ റെലവെന്റ് ആണെന്ന് പറയുന്നു. രണ്ടാമത്തത് ഒബ്ജക്റ്റീവ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ഒബ്ജക്റ്റീവ് ഇഫ് ദേ ആർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ബയസ്. ശ്രദ്ധിച്ചോണം, നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ബയസ് ഓഫ് ദി പേഴ്സൺസ് പ്രിപ്പയറിംഗ് ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. എപ്പോഴാണ് നമ്മൾ അതിനെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒബ്ജക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? ആർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ബയസ് ഓഫ് ദി പേഴ്സൺസ് പ്രിപ്പയറിംഗ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ആരാണോ ഈ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ ജഡ്ജ്മെന്റോ പേഴ്സണൽ ബയസുകളോ എററുകളോ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല? ആ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന വ്യക്തി അത് മാനിപ്പുലേറ്റ് ചെയ്യരുതെന്നാണ് ഇൻഡയറക്ട്ലി അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രിൻസിപ്പിൾ എന്താണ്? ഒബ്ജക്റ്റീവ് ആണ്. കേട്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണോ ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുന്നത്, ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം പേഴ്സണൽ ബയസ്, നമുക്ക് എന്ത് പറയാം? ആ പ്രിൻസിപ്പിൾസ്, നമ്മൾ യൂസ് ചെയ്ത പ്രിൻസിപ്പിൾസ് ഒബ്ജക്റ്റീവ് ആണെന്ന് പറയാം. ദെൻ മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫീസിബിലിറ്റി. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ഫീസിബിൾ ഇഫ് ദേ ക്യാൻ ബി അപ്ലൈഡ് വിത്തൗട്ട് അൺഡ്യൂ കോംപ്ലക്സിറ്റി ആൻഡ് കോസ്റ്റ്. ആവശ്യമില്ലാത്ത കോംപ്ലക്സിറ്റികളും ആവശ്യമില്ലാത്ത ചെലവുകളും എന്തിൽ വരരുത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുമ്പോൾ വരാൻ പാടില്ല. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എല്ലാവർക്കും ആക്സസിബിളും എല്ലാവർക്കും ഈസിലി അണ്ടർസ്റ്റാൻഡബിളും ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആയിരിക്കണം. അപ്പോഴാണ് അത് എന്താവുന്നത്? ഫീസിബിൾ ആവുന്നത്. സോ 3 ക്രൈറ്റീരിയാസ് ആണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ജനറൽ ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന് ജനറൽ ആക്സെപ്റ്റൻസ്, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ജനറൽ ആക്സെപ്റ്റൻസ് ചിലപ്പോൾ നമുക്ക് എന്തും കാണാം, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് കൂടെ കാണാം കേട്ടോ, ഓർത്ത് വെക്കുക. അപ്പൊ 3 ക്രൈറ്റീരിയസ് ആണ്. ഏതൊക്കെയാണ്? റെലവൻസ്, ഒബ്ജക്റ്റീവ്, ഫീസിബിൾ. ഇതിൽ ഒബ്ജക്റ്റീവ് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ? പേഴ്സണൽ ബയസ് ഇൻഫ്ലുവൻസ്ഡ് ആവാത്ത അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അത്തരം പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ 3 ക്രൈറ്റീരിയാസും കഴിഞ്ഞു. ഇനി അടുത്തത് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഓർ അസംഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. കേട്ടോ, ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിനെ തന്നെയാണ് അസംഷൻസ് എന്നും കൂടെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തും കൂടെ ഉണ്ട്? പ്രിൻസിപ്പിൾസും ഉണ്ട്. സോ കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്താണെന്ന് നോക്കാം. ദി ഫണ്ടമെന്റൽ പ്രൊപ്പോസിഷൻസ്. കേട്ടല്ലോ, ഫണ്ടമെന്റൽ പ്രൊപ്പോസിഷൻസ് ബേസ്ഡ് ഓൺ വിച്ച് transactions are recorded in the books of account and financial statements are prepared. It also includes accounting principles. ഓക്കെ, അപ്പൊ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനും എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്, എൻട്രി ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ആണ് എന്തിലുള്ളത്? അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിൽ ഉള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്? മെയിൻ ആയിട്ട് നിങ്ങൾക്ക് 3 കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. The concept of going concern assumes that a business firm would continue to carry out its operations indefinitely for a fairly long period of time and would not be liquidated in the near future. അതായത് ഇത്തിരി കൊല്ലത്തേക്ക്, അതായത് ഒരു നിയർ ഫ്യൂച്ചറിൽ അവസാനിക്കാത്ത, കുറച്ച് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും എന്നുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് വേയിലാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓരോ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. വൈൻഡപ്പ് ആവും, പെട്ടെന്ന് ലിക്വിഡേറ്റ് ആവും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരും തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല. സോ അതിന്റെ ഓപ്പറേഷൻസ് എല്ലാം ഇൻഡെഫിനിറ്റ് പീരീഡിലോട്ട് പോകും, ലോങ് പീരീഡ് ഓഫ് ടൈം നിലനിൽക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് എന്ത് നമ്മൾ തുടങ്ങുന്നത്? ഒരു ബിസിനസ് ഫോം തുടങ്ങുന്നത്. ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസെപ്റ്റ് ഓഫ് ഗോയിങ് കൺസേൺ അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും ഓരോ പ്രിൻസിപ്പിൾ പഠിക്കുമ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യത്തിലാണ്. എവിടെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ? അവിടെ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഓൺ ബേസിസ് ഓഫ് ദിസ് കോൺസെപ്റ്റ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ദെയർ. എങ്ങനെയാണ്, എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഉള്ളത് നമുക്ക് അക്കൗണ്ടിങ്ങിൽ? ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിന്റെ ബേസിസിലാണ്. അതേപോലെ ഫിക്സഡ് അസെറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ദെയർ ഒറിജിനൽ കോസ്റ്റ്. സപ്പോസ് ഒരു ഫിക്സഡ് അസെറ്റിന്റെ കോസ്റ്റ് 2 lakhs ആണെന്ന് വിചാരിക്കുക. ആ 2 lakhs നമ്മൾ പർച്ചേസ് എമൗണ്ട് ആണ് 2 lakh എന്ന് പറയുന്നത്. ആ 2 lakhലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫിക്സഡ് അസെറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. കേട്ടോ, ഈ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തും കൂടെ ഉൾപ്പെടുത്തണം അതില്. ആ ഫിക്സഡ് അസെറ്റ് അല്ലെങ്കിൽ ഏത് അസെറ്റ് ആയിക്കോട്ടെ, ആ അസെറ്റ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് വരേക്കും എന്തൊക്കെ ചെലവുകൾ ഉണ്ടായിട്ടുണ്ടോ അതിനെയൊക്കെ നമ്മൾ എന്തിൽ ആഡ് ചെയ്യും? ഈ കോസ്റ്റിൽ ഉൾപ്പെടുത്തും കേട്ടോ.
ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പർച്ചേസ് എമൗണ്ടിന്റെ കൂടെ കൂട്ടിയതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. സോ ഫിക്സഡ് അസറ്റ് ആർ റെക്കോർഡഡ് അറ്റ് ദെയർ ഒറിജിനൽ കോസ്റ്റ്. അത് എന്തിന്റെ ബേസിസിലാണ്? ഓൺ ബേസിസ് ഓഫ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അതേപോലെ തന്നെ ഫിക്സഡ് അസറ്റ്സ് ആർ ഡിപ്രിഷിയേറ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഫിക്സഡ് അസറ്റിന് ഡിപ്രിസിയേഷൻ കൊടുക്കണമെന്ന് പറയുന്നതും അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ കൊടുക്കുന്നതും ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കൊടുത്തു പോകുന്നതും എന്തിന്റെ ബേസിസിലാണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിന്റെ ബേസിസിലാണ് കേട്ടോ. അപ്പൊ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ കേസിലാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ള ഡിസ്റ്റിങ്ഷൻ വരുന്നത് ഈ കോൺസെപ്റ്റിന്റെ ബേസിസിലാണ്. ഫിക്സഡ് അസറ്റ് ഒറിജിനൽ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യുന്നത് ഈ കോൺസെപ്റ്റിന്റെ ബേസിസിലാണ്. ഫിക്സഡ് അസറ്റിന് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിന്റെ ബേസിസിലാണ്. അടുത്തത് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് ആണ്. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? കൺസിസ്റ്റൻസി അസംഷൻ പ്രിസ്ക്രൈബ്സ് ദാറ്റ് accounting practices and principles once applied shall be applied year after year to meet the qualitative characteristic of comparability. ശ്രദ്ധിച്ചോളണം, എന്തിനാണ് നമ്മൾ കൺസിസ്റ്റൻസി കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്? കമ്പയറബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് കൺസിസ്റ്റൻസി പറയുന്നത്? ആ വാക്കിന്റെ അർത്ഥം പോലെ തന്നെ ഇയർ ആഫ്റ്റർ ഇയർ, ഈ ഇയറിൽ നമ്മൾ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തു, അടുത്ത ഇയറിൽ നമുക്ക് അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഈ ഇയറിൽ നമ്മൾ ഒരു മെത്തേഡ് യൂസ് ചെയ്തു, അടുത്ത ഇയറിൽ നമുക്ക് വേറൊരു മെത്തേഡ് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇയർ ആഫ്റ്റർ ഇയർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് വരേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? കമ്പയറബിലിറ്റി, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കമ്പയറബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോൺസെപ്റ്റിന്റെ ബേസിസിലാണ് firm can choose either WDV, that is written down value method, or straight line method SLM for charging depreciation, but it should not change the method frequently. നമുക്ക് WDV അഡോപ്റ്റ് ചെയ്യാനും പറ്റും, SLM അഡോപ്റ്റ് ചെയ്യാനും പറ്റും ഡിപ്രീസിയേഷൻ കൊടുക്കുന്ന സമയത്ത്. പക്ഷെ വൺസ് WDV ആണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇയർ ആഫ്റ്റർ അടുത്ത ഇയറിൽ SLM ആക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇയർ ആഫ്റ്റർ ഇയർ WDV തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഈ കോൺസെപ്റ്റിന്റെ ബേസിസിലാണ് ഈ മെത്തേഡുകൾ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യരുത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അക്രൂവൽ അസംഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മൂന്നാമത്തെ കോൺസെപ്റ്റ്, അക്രൂവൽ അസംഷൻ. അക്കോർഡിംഗ് ടു അക്രൂവൽ അസംഷൻ, എ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദ ടൈം വെൻ ഇറ്റ് ഈസ് എന്റേർഡ് ഇൻടു, നോട്ട് വെൻ ദി സെറ്റിൽമെന്റ് ടേക്സ് പ്ലേസ്. ശ്രദ്ധിച്ചോളണം, എപ്പോഴാണോ ആ ട്രാൻസാക്ഷൻ നടക്കുന്നത് ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. നോട്ട് ദ സെറ്റിൽമെന്റ് ടേക്സ് പ്ലേസ്, ദാറ്റ് മീൻസ് ക്യാഷ് നമുക്ക് കിട്ടിയോ അല്ലെങ്കിൽ ക്യാഷ് പേ ചെയ്തോ എന്നുള്ളത് ഇവിടെ എന്തല്ല, അതിന് ഇവിടെ പ്രസക്തി ഇല്ല. സെറ്റിൽമെന്റ് നടന്നോ എന്നുള്ളതിനല്ല പ്രസക്തി, ട്രാൻസാക്ഷൻസ് നടന്നോ എന്നുള്ളതിനാണ്. സോ ദ കോൺസെപ്റ്റ് ഈസ് പെർട്ടിക്കുലർലി ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇറ്റ് റെക്കഗ്നൈസസ് അസെറ്റ്, liability, income and expense as and when transactions relating to it are entered into, whether paid in cash or not. അപ്പോൾ എന്താ പറയുന്നത്? ക്യാഷ് ബേസിസ്, നമുക്ക് ആക്ച്വലി രണ്ട് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്, അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. ഇതിന് പുറമെ നമ്മുടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിലെ മൂന്നാമത്തെ കോൺസെപ്റ്റ് ആണ് അക്രൂവൽ അസംഷൻ എന്ന് പറയുന്നത്. ഇതിന് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെർക്കൻഡൈൽ ബേസിസ് എന്നുള്ള ഒരു പേരും കൂടെ ഇതിനുണ്ട് കേട്ടോ. അക്രൂവൽ ബേസിസിന് ഓർത്തു വെച്ചോളാം, മെർക്കൻഡൈൽ ബേസിസ് എന്നും കൂടെ നമ്മൾ പറയും. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ക്യാഷ് പേ ചെയ്തോ ക്യാഷ് റിസീവ് ചെയ്തോ എന്നുള്ളത് ഇവിടെ എന്തല്ല, ഇമ്പോർട്ടൻസ് അല്ല. എന്താണ് ഇമ്പോർട്ടൻസ്? ട്രാൻസാക്ഷൻ നടന്നോ, ഹാപ്പൻ ചെയ്തോ, ട്രാൻസാക്ഷൻ എൻ്റർ ആയോ എന്നുള്ളതിന് മാത്രമാണ് എന്തുള്ളൂ, ഇമ്പോർട്ടൻസ് ഉള്ളൂ. സോ വൺസ് ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, അതുകൊണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി, ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഈ വക കാര്യങ്ങളൊക്കെ, ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സ്, ഇവരൊക്കെ വരാൻ കാരണം എന്താ? അക്രൂവൽ അസംഷനാ. കാരണം ക്യാഷ് കിട്ടിയിട്ടുണ്ടോ, പേ ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, ട്രാൻസാക്ഷൻ നടന്നോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. സോ ദീസ് ആർ ദി 3 കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ 3 അസംഷൻസ്. ഏതൊക്കെയാണ്? ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, അക്രൂവൽ അസംഷൻ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ആണ്. ഞാൻ പറഞ്ഞു ഗ്യാപ്പിന്റെ അണ്ടറിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്, കോൺസെപ്റ്റ്സും അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസും. ചില ബുക്കിൽ കോൺസെപ്റ്റ്സിന്റെ കൂടെ തന്നെ പ്രിൻസിപ്പിൾസും കൂടെ ആഡ് ചെയ്തിട്ടൊക്കെ കൊടുത്തിരിക്കാം. അങ്ങനെ പഠിക്കരുത്. നമുക്ക് 3 കോൺസെപ്റ്റ്സും ബാക്കിയുള്ളത് മൊത്തം പ്രിൻസിപ്പിൾസും ആണ് കേട്ടോ. സോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി ജനറൽ റൂൾസ് വിച്ച് ഗവേൺ ദി അക്കൗണ്ടിങ് ടെക്നിക്സ്. നോക്കിക്കോളണം, അക്കൗണ്ടിങ് ടെക്നിക്സിനെ
റൂൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഇസ് റിലേറ്റഡ് ടു ടെക്നിക്സ്, അക്കൗണ്ടിങ് ടെക്നിക്സ് കേട്ടോ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി അക്കൗണ്ടിങ് എൻറ്റിറ്റി അഥവാ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നറിയപ്പെടുന്ന പ്രിൻസിപ്പിൾ. ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ, അതിനെ തന്നെ അക്കൗണ്ടിങ് എൻറ്റിറ്റി നമ്മൾ വിളിക്കും. നമ്മുടെ ശരിക്കുള്ള പേര് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പേര് കേട്ടോ. സോ ദിസ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ബിസിനസ് ഹാസ് ഡിസ്റ്റിങ്ക്ട് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. എല്ലാവർക്കും അറിയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണിത് അല്ലെ. നമ്മുടെ ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണ്. ഓണറും ബിസിനസ്സും, ഓണറിന്റെ ബിസിനസ് ആണെങ്കിൽ കൂടിയും ഓണറിന്റെയും ബിസിനസ്സിനെയും നമ്മൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് ദിസ് കോൺസെപ്റ്റ് ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ് അക്കൗണ്ട് സെപ്പറേറ്റ്ലി കെപ്റ്റ്. ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി ഓഫ് ദി ഫേം ടുവേർഡ്സ് ഓണർ. ശ്രദ്ധിച്ചോണം, ക്യാപിറ്റലും ഡ്രോയിങ്സും സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള കാരണം എന്താ, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. അതേപോലെ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇന്റേണൽ ലയബിലിറ്റി ആയിട്ടാണ് കേട്ടോ. അതും ശ്രദ്ധിക്കുക, ഇന്റേണൽ ലയബിലിറ്റി ഓഫ് ദി ഫേം ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇന്റേണൽ ലയബിലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓണറിനോടുള്ള ലയബിലിറ്റി ആണ്, ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഓണറിനോടുള്ള ലയബിലിറ്റി ആയിട്ട് ക്യാപിറ്റലിനെ ട്രീറ്റ് ചെയ്യാൻ കാരണം ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. സോ ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആണ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കൂ, മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ. മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ, ദ കോൺസെപ്റ്റ് ഓഫ് മണി മെഷർമെന്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ ടു ബി റെക്കോർഡഡ്. അതിനർത്ഥം ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. സപ്പോസ് ഒരു ഗുഡ് HR മാനേജറിനെ നമ്മൾ എന്ത് ചെയ്തു, ഹയർ ചെയ്തു എന്ന് വിചാരിക്കുക. ആളുടെ ഗുണം കൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ബിസിനസ്സിന് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എവിടെയും തന്നെ എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല കേട്ടോ. സോ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും തന്നെ എവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. ഓൺലി ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ അക്കൗണ്ട്സിൽ നമ്മൾ കാണിക്കത്തുള്ളൂ. അതിനെ ആ പറയുന്ന പ്രിൻസിപ്പിൾ ആണ് മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് അക്കൗണ്ടിംഗ് പീരീഡ് പ്രിൻസിപ്പിൾ. സി, അക്കൗണ്ടിംഗ് പീരീഡ് റിഫേഴ്സ് ടു ദ സ്പാൻ ഓഫ് ടൈം അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ആൻ എന്റർപ്രൈസ് ആർ പ്രിപ്പയർഡ്. ഓക്കെ, എത്ര സമയം എടുത്തിട്ടാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ആൻ എന്റർപ്രൈസ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ സ്പാൻ ഓഫ് ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് വിളിക്കുന്നത്. ജനറലി അത് എത്ര മാസമാണ് മക്കളെ, 12 months ആണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. April 1 to March 31st ഓഫ് നെക്സ്റ്റ് ഇയർ, അതാണ് നമ്മുടെ അക്കൗണ്ടിംഗ് പീരീഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ആ 12 months ഓരോ 12 months കൂടുമ്പോഴും എന്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഓരോ 12 months കൂടുമ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. കറക്റ്റ് ആയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സോ അതാണ് അക്കൗണ്ടിംഗ് പീരീഡ് പ്രിൻസിപ്പിൾ കേട്ടോ. അപ്പൊ 3 പ്രിൻസിപ്പിൾ ആയി. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞു, മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ പറഞ്ഞു, അക്കൗണ്ടിംഗ് പീരീഡ് പ്രിൻസിപ്പിൾ പറഞ്ഞു. അടുത്തത് കോസ്റ്റ് ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. Cost concept requires that all assets are recorded in the book of accounts at their cost price, which includes cost of acquisition, transportation, installation and making the asset ready for the use for the first time എന്നും കൂടെ ആഡ് ചെയ്യുക. ഫോർ ദ ഫസ്റ്റ് ടൈം, അതായത് ആദ്യത്തെ തവണ നമ്മൾ ആ അസറ്റ് പർച്ചേസ് ചെയ്ത് ആദ്യത്തെ തവണ യൂസ് ചെയ്യുന്നത് വരേക്ക് എന്തെല്ലാം കോസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എന്തിന്റെ കൂടെ ആഡ് ചെയ്യും, ആ പർച്ചേസ് പ്രൈസ് ഓഫ് ദി അസറ്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. നോക്കിക്കേ, കോസ്റ്റ് പ്രൈസിൽ എന്തൊക്കെയാണ് ഉള്ളത്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്, ഇൻസ്റ്റലേഷൻ വരുന്നുണ്ട് ആൻഡ് മേക്കിംഗ് ദ, എന്തെല്ലാം കോസ്റ്റ് ആണോ നമ്മൾ ആ അസറ്റ് യൂസബിൾ ആക്കാൻ വേണ്ടി വരുന്നത് അതെല്ലാം എവിടെ നമ്മൾ ആഡ് ചെയ്യും, ഒറിജിനൽ കോസ്റ്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. അതിന് പുറമെ അതാണ് എന്തിന് പറയുന്നത്, കോസ്റ്റ് ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി വൺസ് ആ ഒറിജിനൽ കോസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ പോകുന്നത് ആ വാല്യൂ തന്നെയായിരിക്കും. അതിന്റെ മാർക്കറ്റ് വാല്യൂ മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറില്ല, ബുക്ക് വാല്യൂവിൽ ചേഞ്ച് വരുത്താറില്ല. എപ്പോഴത്തെയും കാര്യമല്ല പറയുന്നത്, പൊതുവെ നമ്മൾ പ്രിൻസിപ്പിൾ ഈ ഫോളോ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഒറിജിനൽ കോസ്റ്റ് തന്നെയാണ് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിന്റെ ബേസിസിലാണ് ഡിപ്രിസിയേഷൻസ് ഒക്കെ വർഷാവർഷം നമ്മൾ കൊടുത്തോണ്ട് പോകുന്നത് കേട്ടോ. അതല്ല മാർക്കറ്റ് വാല്യൂ നമ്മൾ ആഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്സ് ഓഫ് ഈ ഒരു പ്രിൻസിപ്പിളിന്റെ എന്താ പറയാ അപ്ലിക്കേഷൻ അവിടെ കറക്റ്റ് ആയിട്ട് വരില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താണോ, വൺസ് എന്താണോ പർച്ചേസ് പ്രൈസ് വന്നിട്ടുള്ളത്, അതിന്റെ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണോ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫോളോ ചെയ്യണം. എന്തിന്റെ കേസിൽ, അസറ്റിന്റെ കേസിൽ. ഓക്കെ, അതാണ് കോസ്റ്റ് ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് ഡുവൽ ആസ്പെക്ട് ഓർ ഡുവാലിറ്റി പ്രിൻസിപ്പിൾ. അതെന്താ, ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് എ ഡുവൽ ഓർ ടു ഫോൾഡ് ഇഫക്ട് ഓൺ വേരിയസ് അക്കൗണ്ട്സ് ആൻഡ് ഷുഡ് therefore be recorded at
ടു പ്ലേസസ്, അതായത് നമ്മുടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റിനെയാണ് ഡുവാലിറ്റി ആസ്പെക്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിലും അതേപോലെ ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിന് ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. ഒരെണ്ണം ഇൻക്രീസ് ആവാം, ഒരെണ്ണം ഡിക്രീസ് ആവാം, ചിലപ്പോൾ മേ ബി രണ്ട് ഒരേ കാര്യങ്ങൾ തന്നെ ഡിക്രീസ് ആവാം, ഇൻക്രീസ് ആവാം. ഇങ്ങനെയൊക്കെ ജേണൽ എൻട്രീസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. ഡെബിറ്റ് ആസ്പെക്റ്റും വരും, ക്രെഡിറ്റ് ആസ്പെക്റ്റും വരും. വെദർ ചിലപ്പോൾ ഒരു അസറ്റ് കൂടാം, ഒരു അസറ്റ് കുറയാം. സപ്പോസ് പർച്ചേസ് ഓഫ് ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതാല്. അപ്പൊ ഫർണിച്ചർ ആസ് എൻ അസറ്റ് ഇൻക്രീസ് ചെയ്തു, ക്യാഷ് ആസ് എൻ അസറ്റ് ഡിക്രീസ് ചെയ്തു. എഗെയിൻ ഒരേ ഹെഡ് തന്നെ ഡെബിറ്റ് ആസ്പെക്റ്റും വന്നു, ക്രെഡിറ്റ് ആസ്പെക്റ്റും വന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൽ ടു ഫോൾഡ് എഫക്റ്റ് ആണ്. മിനിമം രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്യും, അതിന്റെ എഫക്റ്റ് കാണും നമ്മൾ. അതിനെയാണ് ഡുവാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഡുവാലിറ്റി പ്രിൻസിപ്പിൾ ഈസ് കോമൺലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ. ഏതാ ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഫണ്ടമെന്റൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിൽ തന്നെ വീണ്ടും വീണ്ടും ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ. 4-5 ഇക്വേഷൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതൊന്നല്ല, ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഏതാണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ. അക്കൗണ്ടിംഗ് ഇക്വേഷന്റെ വേറെ പേരാണ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ കേട്ടോ. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന കോൺസെപ്റ്റ്സിൽ വരുന്ന ടോപ്പിക്സിൽ നമുക്ക് പറയാം. സോ ഡുവാലിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത് ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. ദാറ്റ് മീൻസ് ടു ഫോൾഡ് എഫക്ട്, മിനിമം രണ്ട് എഫക്ട് എന്തിനുണ്ട്, ഒരു ട്രാൻസാക്ഷന് ഉണ്ടായിരിക്കും. അതിൽ കൂടുതൽ എഫക്ട് വരുമ്പോഴാണ് മക്കളെ നമ്മൾ എന്ത് പറയാ, കമ്പൈൻഡ് എൻട്രി ഒക്കെ വരുന്നത് കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ പ്രിൻസിപ്പിൾ, ഡുവാലിറ്റി പ്രിൻസിപ്പിൾ. സോ നെക്സ്റ്റ് വൺ റവന്യൂ റെക്കഗ്നീഷൻ അഥവാ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ. റവന്യൂ റെക്കഗ്നീഷന്റെ വേറെ പേരാണ് റിയലൈസേഷൻ പ്രിൻസിപ്പിൾ. അത് ശ്രദ്ധിക്കണം, പലപ്പോഴും സ്റ്റുഡൻസ് മിസ്റ്റേക്സ് വരുത്തുന്ന ഒരു ഏരിയയാണ്. റവന്യൂ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാലും റിയലൈസേഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞാലും രണ്ടല്ല, രണ്ടും ഒന്നാണ്. കോൺസെപ്റ്റ് ഓഫ് റവന്യൂ റെക്കഗ്നീഷൻ റിക്വയർസ് ദാറ്റ് റവന്യൂ ഫോർ എ ബിസിനസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി കൺസിഡേർഡ് റിയലൈസ്ഡ്. എപ്പോഴാണ് നമുക്ക് ഇൻകം കിട്ടിയെന്ന് നമ്മൾ പറയാ, വെൻ എ ലീഗൽ റൈറ്റ് ടു റിസീവ് ഇറ്റ് അറൈസസ്. ഇവിടെയാണ് നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. ഒരാൾ ഒരു പർച്ചേസ് ഓർഡർ തന്നു, മിയർലി ഒരു പർച്ചേസ് ഓർഡർ തന്നു എന്ന് മാത്രം. ഓർഡർ ഉണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്ക് അറിയാം, അല്ലെങ്കിൽ ഓർഡർ ജസ്റ്റ് കിട്ടി, അതുകൊണ്ട് നമുക്ക് അതിനെ ഇൻകം ആയിട്ടോ അല്ലെങ്കിൽ സെയിൽസ് ആയിട്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. വൺസ് നമുക്ക് അതിന്റെ എന്ത് ട്രാൻസാക്ഷൻ നടക്കണം അല്ലെങ്കിൽ എന്ത് കൈമാറണം, ലീഗൽ റൈറ്റ് ഓഫ് ദ അസറ്റ് അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ലീഗൽ റൈറ്റ് ഓഫ് ദ സർവീസ്, ആ ലീഗൽ റൈറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ബയ്യർ സെല്ലർ ടു ദ ബയ്യർ എന്ത് ചെയ്തിരിക്കണം, കൈമാറിയിട്ടുണ്ടായിരിക്കണം. അപ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്, റിയലൈസേഷൻ ഓഫ് ദി ഇൻകം നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഇൻകത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ആ ഇൻകം ഐഡന്റിഫൈ ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് എന്ത്, റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ ഷുഡ് ബി കൺസിഡർഡ് റിയലൈസ്ഡ് വെൻ എ ലീഗൽ റൈറ്റ് ടു റിസീവ് ഇറ്റ് അറൈസസ്. According to revenue recognition concept, revenue is considered to have been realized when transaction has been entered into and the obligation to receive the amount is established. Transaction enter ചെയ്യുകയും അതിന്റെ കൂടെ തന്നെ കീവേഡ് ശ്രദ്ധിക്കുക, obligation to receive the amount is established. നമുക്ക് ആ എമൗണ്ട് റിസീവ് ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ കൂടെ കിട്ടണം, അല്ലെങ്കിൽ എമൗണ്ട് പേ ചെയ്യാനുള്ള ഇൻകം ആയത് കാരണം പേ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. എമൗണ്ട് കിട്ടാനുള്ള റിസീവ് ചെയ്യാനുള്ള ഒബ്ലിഗേഷനും കൂടെ ക്രിയേറ്റ് ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ട്രാൻസാക്ഷനിൽ നിന്നും റവന്യൂ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് റെക്കഗ്നൈസിംഗ് റവന്യൂ ആൻഡ് റെസിപ്റ്റ് ഓഫ് ക്യാഷ് ഈസ് ടു ഡിഫറെന്റ് കോൺസെപ്റ്റ്സ്. അതാണ് പറഞ്ഞു വന്നത്. റെക്കഗ്നൈസിംഗ് റവന്യൂ എന്ന് പറയുന്നതും റെസിപ്റ്റ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് വേറൊരു മുന്നേ പഠിച്ച ഒരു കോൺസെപ്റ്റിന്റെ അപ്ലിക്കേഷനും കൂടി കാണാം. അതാണ് അക്രൂവൽ കോൺസെപ്റ്റ് കേട്ടോ. അക്രൂവൽ അസംഷൻ അല്ലെങ്കിൽ അക്രൂവൽ കോൺസെപ്റ്റും കൂടിയാണ് ഇവിടെ ഇത് പറയുന്നത്. സോ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ബേസിസ് ആണ് അക്കൗണ്ടിങ്ങിനുള്ളത്. അതിൽ അക്രൂവൽ ബേസിസിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് പ്രിൻസിപ്പിൾസ് ആണ്, നോട്ട് ചെയ്തോണം, റവന്യൂ റെക്കഗ്നീഷനും മാച്ചിങ് പ്രിൻസിപ്പിളും. കേട്ടല്ലോ, റവന്യൂ റെക്കഗ്നീഷനും മാച്ചിങ് പ്രിൻസിപ്പിൾ. മാച്ചിങ് പ്രിൻസിപ്പിൾ നമ്മൾ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ റവന്യൂ റെക്കഗ്നീഷനും മാച്ചിങ് പ്രിൻസിപ്പിളും ആണ് എന്തിന്റെ ബേസ് എന്ന് പറയുന്നത്, അക്രൂവൽ കോൺസെപ്റ്റിന്റെ ബേസ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കുക. സോ റവന്യൂ റെക്കഗ്നീഷൻ എന്താ, നമ്മുടെ ലീഗൽ റൈറ്റ് കൂടെ എറൈസ് ചെയ്യുമ്പോഴാണ്, നമുക്ക് മണി കിട്ടാനുള്ള ലീഗൽ റൈറ്റും കൂടെ എറൈസ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഇൻകത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് മാച്ചിങ് പ്രിൻസിപ്പിൾ. ദ കോൺസെപ്റ്റ് ഓഫ് മാച്ചിങ് emphasizes that expenses incurred in an accounting year should be matched with revenues during that period. ഇവിടെയും കണ്ടോ നമ്മുടെ അക്രൂവലിന്റെ ഒരു ചെറിയ ടച്ച് ഇവിടെ വന്നിട്ടുണ്ട്. എക്സ്പെൻസസ്, എന്തൊക്കെ എക്സ്പെൻസസ് ആണോ ഈ അക്കൗണ്ടിങ് പീരീഡിൽ ഉണ്ടായിട്ടുള്ളത് അത് ഈ അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് കിട്ടുന്ന റവന്യൂ ആയിട്ട് മാച്ചിങ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതിനാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്.
അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിന്റെ ഒരു ചെറിയ ബന്ധം കൂടി ഇവിടെ ഉണ്ട്. അതെന്താ പറയുന്നത്? അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ 12 മന്ത്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ 12 മന്ത്സിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആ 12 മന്ത്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ബുക്സ് ഓഫ് അക്കൗണ്ടിലോട്ട് എൻട്രി ചെയ്യാണ് അല്ലെ. അത് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല. ആ ഇയറിൽ നടക്കുന്നത് നമ്മൾ ആ ഇയറിൽ തന്നെ കാണിച്ചോളണം. സോ മാച്ചിങ് പ്രിൻസിപ്പിളും പറയുന്നത് എന്താണ്? എക്സ്പെൻസസ്, ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നടക്കുന്ന ഇൻകർ ആവുന്ന എക്സ്പെൻസസിന് മാച്ച് ആയിട്ടുള്ള റവന്യൂസും കൂടി ആ പീരീഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? നമുക്ക് കാണിക്കാൻ പറ്റണം. ഓക്കെ, so it follows from this that the revenue and expenses incurred to earn this revenue must belong to the same accounting period. So on the basis of this principle, adjustments made for all outstanding and prepaid expenses are made. Outstanding expenses ന്റെ prepaid expenses ന്റെ ഒക്കെ adjustments നമ്മൾ നടത്തുന്നത് എന്തുകൊണ്ടാണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അടുത്തതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദിസ് കോൺസെപ്റ്റ് റിക്വയർസ് ദാറ്റ് ഓൾ മെറ്റീരിയൽ ആൻഡ് റെലവെന്റ് ഫാക്ട്സ് കൺസേണിംഗ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ആൻ എന്റർപ്രൈസ് മസ്റ്റ് ബി ഫുള്ളി ആൻഡ് completely disclosed in the financial statements and their accompanying footnotes. ശ്രദ്ധിക്കുക, accompanying footnotes. ഇപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോട്ട്സ് ടു അക്കൗണ്ട്സ് കൂടെ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടുണ്ട്. സോ ആ നോട്ട്സ് ടു അക്കൗണ്ട്സിലും അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലും കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം റെലവെന്റ് ആൻഡ് മെറ്റീരിയൽ ഫാക്ട്സ് ആയിരിക്കണം എന്നാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. അതിന്റെ അപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ദിസ് കോൺസെപ്റ്റ് റീസൺസ് ഫോർ ലോ ടേൺ ഓവർ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. ഇപ്പോൾ സെയിൽസ് വളരെയധികം കുറഞ്ഞു പോയെങ്കിൽ അതിന്റെ റീസണും കൂടെ നമ്മൾ കാണിക്കണം. സെയിൽസ് കുറച്ച് കാണിക്കുന്നതൊക്കെ ഇപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ അതും കൂടെ പറയാം. വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. വിൻഡോ ഡ്രസ്സിംഗ് എവിടെ വരുന്നതെന്ന് അറിയോ? ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. എന്താ വിൻഡോ ഡ്രസ്സിംഗ്? മനഃപൂർവ്വം കണക്കുകൾ കുറച്ച് കാണിക്കുക, മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. എന്തിനാ ഇത് ചെയ്യുക? രണ്ട് കാര്യങ്ങൾക്കാണ് ചെയ്യുക. ഒന്ന് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഗുഡ് ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കമ്പനികൾ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ്ങിന്റെ മാനിപ്പുലേഷനെയാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഉദ്ദേശത്തിൽ പലപ്പോഴും സെയിൽസ് കുറച്ച് കാണിക്കാനുള്ള ഒരു ടെംപ്ടേഷൻ ബിസിനസ്സിന് ഉണ്ടാവാറുണ്ട്. ഇത് ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് റീസൺ യൂസേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് നോട്ട് ആയിട്ട് അല്ലെങ്കിൽ നോട്ട്സ് ടു അക്കൗണ്ട്സ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന അല്ലെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ടിലൊക്കെ കാണിക്കുന്ന ഓരോ ഐറ്റത്തിന്റെയും എക്സ്പ്ലനേഷൻസ് നമ്മൾ കൊടുക്കുന്നത്. സോ ലോ ടേൺ ഓവർ ആണെങ്കിൽ അതിന്റെ റീസൺ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനെ പറ്റി ചോദിക്കാറുണ്ട്. റവന്യൂ റെക്കഗ്നീഷൻ, പ്രൂഡൻസ്, ബിസിനസ് എൻറ്റിറ്റി, അതേപോലെ അക്രൂവൽ കോൺസെപ്റ്റ്, ഇതൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റുകളുമാണ്. സോ കൺസർവേറ്റിസത്തിന്റെ വേറെ പേരാണ് പ്രൂഡൻസ്. എന്താണ് ഇതിൽ പറയുന്നത്? ഓൾ ആന്റിസിപ്പേറ്റഡ് ലോസസ് ഷുഡ് ബി അക്കൗണ്ടഡ് ബട്ട് ഓൾ അൺറിയലൈസ്ഡ് ഗെയിൻസ് ഷുഡ് ബി ഇഗ്നോർഡ്. വളരെ പ്രസക്തിയുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഏത് ആന്റിസിപ്പേറ്റ് ചെയ്യും നമുക്ക് ഫ്യൂച്ചറിൽ കണക്കാക്കാൻ പറ്റുന്ന, ഫ്യൂച്ചറിൽ എയിം ചെയ്യാൻ പറ്റുന്ന, ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ലോസസും എക്സ്പെൻസസും മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യും. പക്ഷെ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഗെയിനോ പ്രോഫിറ്റോ കിട്ടാൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല. ഓക്കെ, ഗെയിനും പ്രോഫിറ്റും കിട്ടിയാൽ മാത്രമേ, വൺസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. പക്ഷേ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ലോസിനും എക്സ്പെൻസിനും നമ്മൾ എന്ത് ചെയ്യും? കണക്കിൽ നമ്മൾ രേഖപ്പെടുത്തും. അതെന്തിനാ? ഓൺ ദ ബേസിസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ സി ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ചെവർ ഈസ് ലെസ്. കേട്ടോ, ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ചെവർ ഈസ് ലെസ് എന്നുള്ളതിൽ വാല്യൂ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രിൻസിപ്പിളിന്റെ കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ്. ഭാവിയിൽ ഉണ്ടാവുന്ന ലോസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ചെവർ ഈസ് ലെസ്സിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആർ മെയിൻറ്റെയിൻഡ്. അവിടെ എന്താ പറയണേ? ഡെറ്റേഴ്സ്, ചില ഡെറ്റേഴ്സ് നമുക്ക് പൈസ തരാതിരിക്കാം. അപ്പൊ അവരെന്തായി മാറും? ബാഡ് ഡെറ്റ്സ് ആയിട്ട് മാറും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഡൗട്ട്ഫുൾ ഡെറ്റ്സിന്റെ മേലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പ്രൊവിഷൻ ആണ് എന്ത്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ബേസ് എന്താ? പ്രൂഡൻസ് പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. അടുത്തത്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആർ മെയിൻറ്റെയിൻഡ്. ഇതെന്താ സംഭവം? കറക്റ്റ് സമയത്ത് ഡെറ്റേഴ്സ് നമുക്ക് പൈസ കൊണ്ടുവന്ന് തരുമ്പോൾ പ്രോംപ്റ്റ് പേയ്മെന്റിന് നമ്മൾ ഏത് ഡിസ്കൗണ്ട് കൊടുക്കും മക്കളെ? ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കും കേട്ടോ. നമുക്ക് വിവിധ തരം ഡിസ്കൗണ്ടുകൾ ഉണ്ട്, നമുക്ക് പറയാം. അതിൽ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് പ്രോംപ്റ്റ് പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട്. ആ സമയത്ത് നമ്മൾ ഡിസ്കൗണ്ടുകൾ ഇങ്ങനെ കുറച്ച് കൊടുക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. കാരണം ഡിസ്കൗണ്ട് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എക്സ്പെൻസ് സൈഡ്, അതായത് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് സ്വാഭാവികമായിട്ടും കുറയും. അപ്പോ
ആ ഒരു ലോസിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ലോസസും എക്സ്പെൻസസും നമ്മൾ എവിടെ എന്ത് ചെയ്യും, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കും. അത് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. പക്ഷെ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗെയിനുകളോ പ്രോഫിറ്റുകളോ നമ്മൾ എവിടെ കാണിക്കത്തില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കില്ല. ഇനി സീക്രട്ട് റിസർവ് എന്ന് പറയുന്ന ഒരു റിസർവ് ഉണ്ട്. പ്രൊവിഷൻ ആൻഡ് റിസർവിൽ റിസർവിന്റെ ജനറൽ റിസർവ്, സ്പെഷ്യൽ റിസർവ്, അങ്ങനെ സീക്രട്ട് റിസർവ് എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഉണ്ട്. ആ സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ കാരണം കൂടി എന്താണ്, ഈ കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം. എന്താണ് പ്രൂഡൻസ് പ്രിൻസിപ്പിൾ? ആന്റിസിപ്പേറ്റഡ് ലോസസും എക്സ്പെൻസസും മാത്രം നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നു. ആന്റിസിപ്പേറ്റഡ് അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ഗെയിൻസോ പ്രോഫിറ്റോ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ഇനി സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താ? It may sometimes cause creation of secret reserve by creating excess provision for debtors. അല്ലെ, നമ്മൾ ഇങ്ങനെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, പ്രൊവിഷൻസ് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രൊവിഷൻസ് ഒക്കെ പോകുന്നത് ഈ സീക്രട്ട് റിസർവിലോട്ടാണ് പോകുന്നത്. അപ്പൊ സീക്രട്ട് റിസർവ് അവിടെ ക്രിയേഷൻ ആവാൻ, കൂടുതൽ ക്രിയേറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. എനിവേ സീക്രട്ട് റിസർവിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ സീക്രട്ട് റിസർവിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, എന്തിന്റെ ബേസിസിലാന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? പ്രൂഡൻസ് പ്രിൻസിപ്പിൾ ആണ്. പിന്നെ ഏതൊക്കെയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ചർ ഈസ് ലെസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, ഇതെല്ലാം ഇതിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. നോക്കിക്കേ, ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അക്കൗണ്ടിംഗ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്ട്സ് ഓൺലി. ഇത് ഫുൾ ഡിസ്ക്ലോഷർ കേട്ടോ. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച കോൺസെപ്റ്റിന്റെ പ്രിൻസിപ്പിളിന്റെ എക്സെപ്ഷൻ ആണ് കേട്ടോ. എക്സെപ്ഷൻ നോട്ട് ചെയ്ത് വെച്ചോളണം. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിന്റെ എക്സെപ്ഷൻ ആണ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. ഫുൾ ഡിസ്ക്ലോഷറിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്തൊക്കെ റെലവെന്റ് ആണോ അതൊക്കെ നമ്മൾ എവിടെ കാണിക്കണം, വിത്ത് നോട്ട്സ് സഹിതം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വിത്ത് ഫുഡ് നോട്ട്സ് സഹിതം നമ്മൾ കാണിക്കണമെന്നാണ് ഫുൾ ഡിസ്ക്ലോഷറിൽ നമ്മൾ പറഞ്ഞത്. പക്ഷെ മെറ്റീരിയാലിറ്റിയിൽ നമ്മൾ എന്താ പറയുന്നത്? ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അക്കൗണ്ടിംഗ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്ട്സ് ഓൺലി ഇഫ് ദ ഐറ്റം ഈസ് ലൈക്ലി ടു ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ ഓഫ് എ റീസണബിളി പ്രൂഡന്റ് ഇൻവെസ്റ്റർ ഓർ ക്രെഡിറ്റർ ഇറ്റ് ഷുഡ് ബി റിഗാർഡഡ് ആസ് മെറ്റീരിയൽ. എപ്പോഴാണ് നമ്മളൊരു ഫാക്ട് മെറ്റീരിയൽ ആണെന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ മെറ്റീരിയൽ ആവുന്നത്? അത് നമ്മുടെ യൂസറിന്റെ, ഏതെങ്കിലും ക്രെഡിറ്ററിന്റെയോ ഇൻവെസ്റ്ററിന്റെയോ ആ യൂസറിന്റെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ അതിനെ മെറ്റീരിയൽ ഐറ്റം ആയിട്ട് കണക്കാക്കുന്നത്. ഇവിടെ ഓർത്ത് വയ്ക്കുക, പ്രത്യേകം ഓർത്ത് വയ്ക്കുക, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിന്റെ എക്സെപ്ഷൻ ആണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ളത് കേട്ടോ. Then last one ആണ് verifiable objectivity principle. Verifiable objective principle. The concept of objectivity requires, ഒബ്ജക്റ്റീവിന്റെ കാര്യം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ജനറലി ആക്സെപ്റ്റ് ആവാൻ 3 ക്രൈറ്റീരിയ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ ഒബ്ജക്റ്റീവിന്റെ കാര്യം പറഞ്ഞതാണ്. പേഴ്സണൽ ബയസ് ഓഫ് അക്കൗണ്ടൻസ് ആൻഡ് അതേഴ്സ്. പേഴ്സണൽ ബയസ് ഇൻക്ലൂഡ് ആവാതെ നമ്മളൊരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതിനെയാണ് ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ബയസ് ഓഫ് അക്കൗണ്ടൻസ് ഉണ്ടാവരുത്. This can be possible when each of the transaction is supported by verifiable document or vouchers. അപ്പോൾ എപ്പോഴാണ് വെരിഫയബിലിറ്റി കിട്ടുക? വെരിഫയബിലിറ്റി കിട്ടുന്നത് എപ്പോഴാണ്? ഡോക്യുമെന്റ്സും വൗച്ചേഴ്സും. ദാറ്റ് മീൻസ് സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയും. ഒരുപാട് സോഴ്സ് ഡോക്യുമെന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവരൊക്കെ എന്താണ് സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്? ദീസ് ആർ ഓൾ എവിഡൻസസ് കേട്ടോ. അപ്പൊ നമ്മുടെ ട്രാൻസാക്ഷൻസിന്, നമ്മൾ എൻട്രി ചെയ്ത ട്രാൻസാക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസസും കൂടെ നമ്മൾ കീപ്പ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതൊക്കെ നമ്മൾ ഓഡിറ്റിങ്ങിന്റെ സമയത്തൊക്കെ നമ്മൾ ഈ എവിഡൻസസും കൂടെ കാണിക്കണം. അപ്പോഴാണ് അവർ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വാലിഡ് ആക്കുന്നത്. സോ വെരിഫയബിലിറ്റി വേണം, ഒബ്ജക്റ്റിവിറ്റി വേണം. ഒബ്ജക്റ്റിവിറ്റി മാത്രം ചോദിച്ചാൽ കീവേഡ് എന്താ? പേഴ്സണൽ ബയസ് ഓഫ് അക്കൗണ്ടൻസ്. വെരിഫയബിലിറ്റി ആണെങ്കിലോ സോഴ്സ് ഡോക്യുമെന്റ്സ് അഥവാ സപ്പോർട്ടഡ് ബൈ എവിഡൻസസ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺസെപ്റ്റിലും പ്രിൻസിപ്പിൾസിലും നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് നിന്ന് തുടങ്ങി, മീനിങ് നോക്കി, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, അതിനുശേഷം ഗ്യാപ്പ് പറഞ്ഞു, ഗ്യാപ്പ് എന്താന്ന് പറഞ്ഞു, അതിന്റെ ക്രൈറ്റീരിയാസ് 3 പറഞ്ഞു. അതിനുശേഷം അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ചർച്ച ചെയ്തു. 3 കോൺസെപ്റ്റ്സും 11 പ്രിൻസിപ്പിൾസും ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അതിന്റെ അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ. നോക്കിക്കേ, if an automobile company lasts for 100 years, it is not desirable to measure its performance only at the end of its life. Which accounting concept is refers to? നോക്കിക്കേ, ഒരു ഓട്ടോമൊബൈൽ കമ്പനി 100 years ലാസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് നോട്ട് ഡിസൈറബിൾ ടു മെഷർ ഇറ്റ്സ് പെർഫോമൻസ് ഓൺലി അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ്. അല്ലെ, ആ 100 years കഴിയുമ്പോഴാണോ നമ്മൾ അതിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുക? അല്ല. നമ്മുടെ റൂൾ എന്താ? ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ് 12 months കൂടുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നത്? യെസ്, അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് ആണ്. അപ്പൊ അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് ആണ് അതിന്റെ ഉത്തരവും വരുന്നത്.
അടുത്ത നോക്കിക്കേ, വിച്ച് കോൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ മെർക്കൻഡൈൽ ബേസിസ്. പ്രത്യേകം പറഞ്ഞിരുന്നു, മെർക്കൻഡൈൽ ബേസിസ് എന്ന് പറയുമ്പോൾ ഓർത്ത് വയ്ക്കേണ്ട ഒരേ ഒരു വാക്ക് ഏതാ മക്കളെ? അക്രൂവൽ കോൺസെപ്റ്റ് കേട്ടോ. മെർക്കൻഡൈൽ ബേസിസ് ദാറ്റ് ഈസ് ക്യാഷ് ബേസിസിന്റെ നേരെ ഓപ്പോസിറ്റ്, അതാണ് അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ ഈസ് ആൻ എക്സെപ്ഷൻ ടു. അതും പറഞ്ഞിരുന്നു, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ ഈസ് ആൻ എക്സെപ്ഷൻ ടു ദി ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ഫുൾ ഡിസ്ക്ലോഷറിൽ പറയുന്നതിന്റെ നേരെ വിപരീതം, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാതെ മെറ്റീരിയൽ ഫാക്ട്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. കൺസിസ്റ്റൻസി അല്ല, അക്കൗണ്ടിംഗ് പീരീഡ് അല്ല, പ്രൂഡൻസ് അല്ല, ഫുൾ ഡിസ്ക്ലോഷർ ആണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളിന്റെ എക്സെപ്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തൊരു അസേഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ആനുവൽ മെമ്പർഷിപ്പ് ഫീ ഓഫ് 50,000 വാസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇറ്റ് വിൽ ബി ഷോൺ ആസ് ഇൻകം ഇൻ ദ ഇയർ ടു വിച്ച് ഇറ്റ് റിലേറ്റ്സ്. ഓക്കെ, അക്കോർഡിംഗ് ടു അക്രൂവൽ കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിംഗ്, ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഇയർ ദേ ആർ റിസീവ്ഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ആനുവൽ മെമ്പർഷിപ്പ് ഫീ 50,000 റുപ്പീസ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടി. അതാ ഏത് ഇയറിലാണോ, ഏത് ഇയറിലേക്കാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഇയറിന്റെ മെമ്പർഷിപ്പ് ഫീ ആണോ ആ ഇയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻകം കിട്ടിയതായിട്ട് നമ്മൾ കാണിക്കണം എന്നാണ് പറയുന്നത്. അതിന് റീസൺ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു അക്രൂവൽ കോൺസെപ്റ്റ് എന്നാണ്. ആക്ച്വലി ഇത് അക്രൂവൽ കോൺസെപ്റ്റ് ആണോ? അല്ല, അക്രൂവൽ കോൺസെപ്റ്റ് അല്ല അല്ലെ. അക്കൗണ്ടിങ് മാച്ചിങ് പ്രിൻസിപ്പിളിനകത്താണ് ആക്ച്വലി ഇത് എന്ത് വരിക? ഈ ഒരു റീസൺ നമ്മളിവിടെ മാച്ചിങ് പ്രിൻസിപ്പിൾ ആയിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷെ അക്രൂവൽ കോൺസെപ്റ്റ് ആണ് തന്നിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും ഏതാ വരിക ഉത്തരം? ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേഷൻ. അങ്ങനെയാണോ? അല്ല. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേഷൻ. അല്ല. then both assertion and reason are not correct. അങ്ങനെയല്ല. and assertion is correct but reason is not correct. അതാണ് അല്ലെ. assertion തന്നിരിക്കുന്നത് കറക്റ്റ് ആണ്, അവർ പറയുന്നത് ശരിയാണ്, പക്ഷെ റീസൺ എന്താ? അതിന്റെ മാച്ചിങ് പ്രിൻസിപ്പിൾ ആണ് റീസൺ, അക്രൂവൽ കോൺസെപ്റ്റ് അല്ല. ഓക്കെ, അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. then അടുത്ത ക്വസ്റ്റ്യൻ, ഓഫ് വിച്ച് കോൺസെപ്റ്റ് ദ റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെപ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ. യെസ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെപ്റ്റ്. എന്താണ് റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാല്? നമുക്ക് ഒരു ഡെറ്റർ ഉണ്ടായിരുന്നു, ആ ഡെറ്റർ പൈസ തരാത്തത് മൂലം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആളെ എന്ത് ചെയ്യാണ്? ബാഡ് ഡെപ്റ്റ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പൊ അസറ്റിൽ നിന്നും ഡെറ്റർ എന്തായി മാറി? എക്സ്പെൻസ് ആയിട്ടുള്ള ബാഡ് ഡെപ്റ്റ് ആയിട്ട് മാറി. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? വൈ വി ആർ കൺവേർട്ടിംഗ് ഡെറ്റേഴ്സ് ഇൻടു ബാഡ് ഡെപ്റ്റ്സ്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, പ്രൂഡൻസ്. കേട്ടോ, കൺസർവേറ്റിസം ആൻഡ് പ്രൂഡൻസ് പ്രിൻസിപ്പിൾ ഓർത്തോളാ. എന്തായിരുന്നു കൺസർവേറ്റിസം ആൻഡ് പ്രൂഡൻസ് പ്രിൻസിപ്പിളിന്റെ അർത്ഥം? അതായത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ലോസും എക്സ്പെൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ഗെയിൻസും പ്രോഫിറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല എന്നുള്ളതാണ്. സോ ബാഡ് ഡെപ്റ്റ് എന്താണ്? ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ലോസ് ഓർ എക്സ്പെൻസ് ആണ് അല്ലെ. അപ്പൊ ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യാന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലാണ്? പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസത്തിന്റെ ബേസിസിലാണ്. മാച്ചിങ് അല്ല, ഗോയിങ് കൺസേൺ അല്ല, സബ്ജക്ട് ഓവർ ഫോം അല്ല കേട്ടോ. മെറ്റീരിയാലിറ്റി സബ്ജക്ട് ഓവർ ഫോം, സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് പറയുന്നത് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, so next question, during the lifetime of an entity, accounting produces financial statements in accordance with which of the following accounting concept എന്നാണ് ചോദിച്ചിരിക്കുന്നത്. during the lifetime of an entity, accounting produces financial statements in accordance with which of the following accounting concept? ഏതാ? മാച്ചിങ് ആണോ, കൺസർവേറ്റിസം ആണോ, അക്കൗണ്ടിംഗ് പീരീഡ് ആണോ, കോസ്റ്റ് ആണോ? ഓഫ് കോഴ്സ് ലൈഫ് ടൈം എന്ന് തന്നിട്ടുണ്ട്, അതാണ് കീവേഡ്. സ്വാഭാവികമായിട്ടും ലൈഫ് ടൈം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ലൈഫ് ടൈം ഓഫ് ആൻ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഏതാണ് വരിക അവിടെ? അക്കൗണ്ടിംഗ് പീരീഡ് ആണ് വരുന്നത് കേട്ടോ. മാച്ചിങ് പ്രിൻസിപ്പിൾ അല്ല, കൺസർവേറ്റിസം അല്ല, കോസ്റ്റ് അല്ല. ലൈഫ് ടൈം ആയിട്ട് ആ ബിസിനസിന്റെ ലൈഫുമായിട്ട് അല്ലെങ്കിൽ ബിസിനസിന്റെ പെർഫോമൻസ് അളക്കാൻ ഏതൊക്കെ സമയത്ത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. Then next question, which of these is not fundamental accounting assumption? Good question. ഏതാണ് ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് അസംഷൻ അല്ലാത്തത്? നോട്ട്. ഏതാണ് അസംഷൻ അല്ലാത്തത്? കൺസിസ്റ്റൻസി, അക്രൂവൽ, ഗോയിങ് കൺസേൺ, ബിസിനസ് എൻറ്റിറ്റി. നോക്കിക്കേ, അവർ തന്നിരിക്കുന്നത് ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് അസംഷൻ അല്ലാത്തത് എന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കോൺസെപ്റ്റ്, അസംഷൻ, പ്രിൻസിപ്പിൾ ഇതൊക്കെ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഓഡ് വൺ ഔട്ട് ആയിട്ട് നിങ്ങൾ ഇതിനെ എടുത്താൽ മതി. ഏതാണ് ഈ ഓഡ് വൺ ഔട്ട്? ബിസിനസ് എൻറ്റിറ്റി, ഗോയിങ് കൺസേൺ, അക്രൂവൽ, കൺസിസ്റ്റൻസി. ഇത് മൂന്നെണ്ണം നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ഓർ അസംഷൻ ആണ് അല്ലെ. ഇത് മാത്രമാണ് എന്ത്? പ്രിൻസിപ്പിൾ. നമുക്ക് ആ രീതിക്ക് ഇതിന്റെ ആൻസർ എന്താന്ന് പറയാം? ബിസിനസ് എൻറ്റിറ്റി ആണെന്ന് പറയാം. നോട്ട് ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് അസംഷൻ. ചോദിച്ചിരിക്കുന്നത് എന്താ? അസംഷൻ അല്ലാത്തത്. ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് അസംഷൻ അല്ലാത്തത് ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ ആണ്. അത് പ്രിൻസിപ്പിൾ ആണ്. അപ്പോ പല ബുക്കിലും കോൺസെപ്റ്റും അസംഷനും പ്രിൻസിപ്പിളും ഒക്കെ ഇന്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്ത് മിക്സ് ചെയ്തിട്ടൊക്കെ ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ്. നമുക്ക് 3 കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്, അഥവാ 3 അസംഷൻസ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ 11 പ്രിൻസിപ്പിളും പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം തന്നെ
ചർച്ച ചെയ്ത 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. See, the principle that revenue is recognized when it is earned, regardless of when cash is received, is called. നോക്കിക്കേ, principle that revenue is recognized when it is earned, regardless of when cash is received. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ ആണ് അല്ലെ. Then match the accounting concepts with their explanations. അതും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്തിരിക്കുന്നത്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, എൻഡിറ്റി കോൺസെപ്റ്റ്, അക്രൂവൽ കോൺസെപ്റ്റ്. നോക്കിക്കേ, ബിസിനസ് ആൻഡ് ഓണർ ആർ സെപ്പറേറ്റ് എൻഡിറ്റീസ്. ഏതാണ്? എൻഡിറ്റി കോൺസെപ്റ്റ് അല്ലെ. പിന്നെ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ ദ ഫോർസീയബിൾ ഫ്യൂച്ചർ. എവിടെയാ? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. പിന്നെ ഓൺലി ട്രാൻസാക്ഷൻസ് മെഷറബിൾ ഇൻ മണി ആർ റെക്കോർഡഡ്. മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. സ്വാഭാവികമായിട്ടും 4 ഈസ് ഡി. അപ്പൊ ഏതാ ഉത്തരം? 1B, 2C, 3A, 4D. അപ്പൊ കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇനി അടുത്തത് നോക്കൂ, സ്റ്റേറ്റ്മെന്റ് അസേർഷൻ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് അക്രൂവൽ ബേസിസ് ഇസ് ബെറ്റർ ദാൻ ക്യാഷ് ബേസിസ് ഫോർ ലാർജ് ബിസിനസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ലാർജ് സ്ഥാപനങ്ങൾക്ക്, ലാർജ് ബിസിനസ് എന്റർപ്രൈസസിന് ക്യാഷ് ബേസിസിനേക്കാളും അക്രൂവൽ ബേസിസ് ആണ് നല്ലത്. വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ക്യാഷ് ബേസിസ് എന്നൊക്കെ പറയുമ്പോൾ സ്മോൾ ബിസിനസ്സിനാണ് അത് കൂടുതലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് സോൾ ട്രേഡറിനൊക്കെയാണ് ക്യാഷ് ബേസിസ് കൂടുതലും സ്യൂട്ടബിൾ ആവുക. അക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോൾ വലിയ ബിസിനസ്സിനും അതുപോലെ തന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് കൂടുതൽ നടക്കുന്ന ബിസിനസ്സിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ഒരു ബേസിസ് ആണ്. അതിന്റെ അസംഷൻ, അക്രൂവൽ ബേസിസ് റെക്കോർഡ്സ് ഇൻകം ആൻഡ് എക്സ്പെൻസ് when they occur. Large businesses do not have cash transactions. ലാർജ് ബിസിനസ്സിന് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇല്ല എന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല അല്ലെ. പക്ഷെ അക്രൂവൽ ബേസിസ് റെക്കോർഡ്സ് ഇൻകം ആൻഡ് എക്സ്പെൻസ് when they occur, ആ പറഞ്ഞത് ശരിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓൺലി 1 മാച്ചസ് എന്നുള്ള ഓപ്ഷൻ ആണ് ഇവിടെ ആപ്റ്റ് ആയിട്ട് വരിക. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം. കമ്പനീസ് ആണോ അവരെന്ത് ചെയ്തിരിക്കണം? അക്രൂവൽ ബേസിസ് ഫോളോ ചെയ്യണം എന്നുള്ള ഒരു റൂൾ ഉണ്ട് കേട്ടോ. നോട്ട് ചെയ്യുക. ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. കമ്പനീസ് ആയിട്ടാണോ ബിസിനസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? കമ്പനീസ് ആക്ട് 2013 ആണോ? ദെൻ അക്രൂവൽ ബേസിസ് ഫോളോ ചെയ്തോളണം. മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആണ്. അണ്ടർസ്റ്റാൻഡ്? അക്രൂവൽ ബേസിസിന്റെ വേറെ പേര് മറന്നു പോരുതേ. മെർക്കന്റൈൽ ബേസിസ് എന്നാണ് നമ്മുടെ അക്രൂവൽ ബേസിസിന്റെ വേറെ പേര്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ചെറിയൊരു ഭാഗം, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. 3 കോൺസെപ്റ്റും അതുപോലെ തന്നെ 11 പ്രിൻസിപ്പിളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ 3 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകൾ, എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ആ പ്രിൻസിപ്പിൾസിന്റെ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ജനറൽ ആക്സെപ്റ്റൻസ് സ്ഥിരീകരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കണ്ടു. അപ്പൊ ഇതെല്ലാം ഓർത്തു വെക്കുക. നമ്മുടെ PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ്, മെയിൻ ആയിട്ടുള്ള ഏരിയയാണ് കോൺസെപ്റ്റും പ്രിൻസിപ്പിൾസും കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ലേണേഴ്സ് ഹബിന്റെ അഡ്മിഷൻ എല്ലാവരും എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.